ഞാൻ എൻ്റെ സങ്കടങ്ങൾ പോലും ഷെയർ ചെയ്യാവുന്ന, ഞാൻ വളരെ കുറച്ച് പേരുടെ സങ്കടങ്ങൾ പറയുള്ളൂ, ആ സങ്കടങ്ങൾ പോലും പറയുന്ന ഒരാളാണ് ശരിക്കും പറഞ്ഞാൽ തരുൺ. ഇപ്പോൾ ഇർഷാദക്കയുടെ ഒരു ഗ്രാഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ടേണിംഗ് പോയിന്റ് തന്നെയായിരുന്നു തരുൺ മൂർത്തി ഉള്ളൊരു കോംബോ വരുന്നത്. ഇപ്പോൾ ഓപ്പറേഷൻ കംബോഡിയ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു വ്യക്തിബന്ധം ഒരു അനിയനാണ്. ആ ഒരു ചേട്ടൻ അനിയൻ ഒരു റെസ്പെക്റ്റോട് കൂടിയിട്ടുള്ള എന്ത് കാര്യങ്ങളും ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ പോലും ഷെയർ ചെയ്യുന്ന ഒരാളാണ്. ഒരു കംഫർട്ട് സോണാണ്. തീർച്ചയായിട്ടും. ഇപ്പോൾ തുടരുമെന്ന് പറയുന്ന സിനിമ പോലും ഞാൻ അതിൽ അഭിനയിക്കണം എന്നുള്ളത് തരുണിൻ്റെ ആവശ്യമായിരുന്നു. അത് തുടങ്ങുന്നതിന് മുമ്പ് എന്നോട് ആദ്യം പറഞ്ഞത് ഷാജി എന്ന് പറഞ്ഞൊരു പരിപാടി, ഇക്കൊക്കെ ഞാനൊരു പരിപാടി വെച്ചിട്ടുണ്ട് കേട്ടാ, ഭയങ്കര ഗംഭീര പരിപാടി ഒന്നുമില്ല, പക്ഷേ എൻ്റെ കൂടെ ഉണ്ട് അവിടെ. സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഷാജി എവിടെയും കാണുന്നില്ലല്ലോ, ഷാജി സ്ക്രിപ്റ്റിലില്ല, അത് എൻ്റെ മനസ്സിലുള്ളൂ, അതിങ്ങനെ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ വേണോ എന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ വേണം എന്ന് പറയുന്നത്. അങ്ങനെ തരുൺ എപ്പോൾ വിളിച്ചാലും ഏത് വേഷത്തിന് വിളിച്ചാലും എപ്പോഴും പോകാവുന്ന, എന്തും ഷെയർ ചെയ്യാവുന്ന ഒരു സുഹൃത്താണ്. ഞാൻ എൻ്റെ സങ്കടങ്ങൾ പോലും ഷെയർ ചെയ്യാവുന്ന, ഞാൻ വളരെ കുറച്ച് പേരുടെ സങ്കടങ്ങൾ പറയുള്ളൂ, ആ സങ്കടങ്ങൾ പോലും പറയുന്ന ഒരാളാണ് ശരിക്കും പറഞ്ഞാൽ തരുൺ.